ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ അളവിൽ എണ്ണ ആവശ്യമായിട്ടുള്ളൂ. ഇനി എണ്ണ ഇല്ലാന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കുന്ന ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 2 സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് വാട്ടിയിട്ടെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ടെടുക്കുക. അതിനുശേഷം ഞാൻ ഫ്രോസൺ പട്ടാണിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് ആവശ്യമൊന്നുമില്ല, എൻ്റെ കയ്യിലുണ്ടായത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്താണ്. സാധാരണ പട്ടാണി അല്ല കേട്ടോ, ഫ്രോസൺ പട്ടാണിയാണ്. അതൊന്നും കൂടി ചൂടായാൽ വെന്ത് കിട്ടും. സാധാരണ പട്ടാണി നമ്മൾ തലേന്നൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ടൊക്കെ വേണം. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. ഈ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഓരോ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി എല്ലാം വെന്ത് കഴിഞ്ഞ് തന്നെയാണ്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ പച്ചച്ചവും കൂടി മാറിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേകുന്ന സമയത്ത് നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം. കത്തി വെച്ചിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. എനിക്കിപ്പോൾ അതിനെക്കാട്ടി എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി കിട്ടുകയും ചെയ്യും. നമുക്ക് ഉരുളകളാക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ബ്രെഡ് ഉപയോഗിച്ചിട്ട് മടക്കിയെടുക്കുന്ന സമയത്തൊക്കെ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഉള്ളിൽ ഒരു വലിയ വലിയ കഷ്ണങ്ങൾ കിടന്നാൽ ബ്രെഡ് പൊട്ടിപ്പോവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പരിഹാരം എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഗ്രേറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നി. അപ്പോൾ ഞാൻ കോഴിമുട്ട ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തീ ഓഫാക്കി കൊടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്തിട്ടുള്ള കോഴിമുട്ട ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പിന്നെ നിങ്ങൾ ഇതിലേക്ക് മല്ലിയില, കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് ഓരോ ബ്രെഡ് നമ്മളിങ്ങനെ മുക്കിയിട്ടെടുക്കുക. വലുതായിട്ട് മുക്കി കൊടുക്കരുത്, പെട്ടെന്ന് ബ്രെഡ് ഉതിർന്നു പോകും. ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം അതിലെ വെള്ളക്കഥ ഇതേ രീതിയിൽ തന്നെ പ്രസ്സാക്കിയിട്ട് വെള്ളം മുഴുവനായിട്ട് കളയുക. ബ്രെഡ് ഇതേ രീതിയിൽ നിവർത്തി വെച്ചതിന് ശേഷമാണ് വെള്ളം നമ്മൾ പ്രസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ സാധാരണ ബ്രെഡ് ആയതുകൊണ്ടാണ് വെള്ളത്തിൽ മുക്കിയെടുക്കേണ്ടതായിട്ട് വന്നത്. നല്ല ബ്രെഡാണെന്നുണ്ടെങ്കിൽ കുഴൽ ഉപയോഗിച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ തന്നെ മതി. അപ്പോൾ ബ്രെഡിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ ഫില്ലിങ്സ് ഇതേ രീതിയിൽ നീളത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബ്രെഡ് പൊട്ടിപ്പോവാതെ വളരെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കുക. ഒട്ടിക്കാൻ വേറെ മാവിൻ്റെ അല്ലെങ്കിൽ വേറെ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കിയെടുത്താൽ തന്നെ നല്ലപോലെ തന്നെ ഒട്ടിക്കിട്ടും. പിന്നെ നമ്മളിത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ സൈഡൊന്നും നമ്മൾ അടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നല്ല ചൂടായ ഒരു ചട്ടിയിൽ കുറച്ചൊരു 2 ടീസ്പൂണും എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിൽ കൂടുതൽ എണ്ണേൻ്റെ ആവശ്യം ഒരിക്കലും വരുന്നില്ല. ഇനി നമ്മൾ മടക്കിയെടുത്തിട്ടുള്ള ഓരോ ബ്രെഡും ഇതേ രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചിട്ടൊക്കെ ചുട്ടെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുത്തതിന് ശേഷം, അതായത് സൈഡൊക്കെ ഒന്ന് അടച്ചു കൊടുത്തതിന് ശേഷം മാവിൽ മുക്കിയിട്ടോ അല്ലെങ്കിൽ കോഴിമുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൽ മുക്കിയിട്ടോ നമുക്ക് കൂടുതൽ എണ്ണയിൽ ഡീപ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. കോഴിമുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടി പൊടി തട്ടിയിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ കാണാനും നല്ല രസമുണ്ടാകും. ഇപ്പം നമ്മൾ നോമ്പായതിനു ശേഷം കുറച്ച് ദിവസങ്ങളായിട്ട് എണ്ണക്കടിയനല്ല കൂട്ടുന്നത്. അപ്പോൾ എണ്ണയില്ലാത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ സക്സസ് ആയി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി കോഴിമുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കനും ബീഫും മട്ടനും കുട്ടനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടിട്ടുള്ള റെസിപ്പി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണേ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.